ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് വീരധീര സൂരൻ പാർട്ട് 2. പടത്തിൽ അഭിനയം ചെയ്യുന്ന ചെയ്യാൻ വിക്രം, തുഷാര വിജയൻ, SJ സൂര്യ, സുരാജ് വഞ്ഞാറമൂട്, പൃഥ്വിരാജ്, മാല പാർവതി എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്യുന്ന SU അരുൺകുമാറാണ്. മീൻസ് സിന്ധുബാദ്, സേതുപതി ഈ രണ്ട് പടങ്ങളുടെ ഡയറക്ടറാണ്. പിന്നെ ചിറ്റ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം, പക്ഷേ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളത് തൽക്കാലത്തേക്ക് വിടുന്നു. പിന്നെ പടത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് റിയ ഷിബു ആണ്. മീൻസ് കപ്പ് എന്ന് പറയുന്നൊരു സിനിമയിൽ നായകമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊച്ച്. പക്ഷേ ആ സിനിമ ഇതിൽ OTT വന്നിട്ടില്ല. ആ സിനിമ OTT വരുമ്പോൾ ഞാൻ എന്തായാലും കാണും. ആ സിനിമയിലെ നടിയാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ പടത്തിൻ്റെ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് പ്രസന്ന GK എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല, JV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. എന്തിലോട്ട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ആദ്യം തൊട്ട് അവസാനം വരെയും ലാഗ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ലാഗും ഇല്ല. അമ്മാതിരി അടിപൊളി പടം. പിന്നെ ഈ പടത്തിലെ ഹൈലൈറ്റഡ് പോസിറ്റീവ് ഞാൻ പറയാം. ഹൈലൈറ്റഡ് പോസിറ്റീവ് വെച്ച് പറയാനാണെങ്കിൽ മറ്റേ ഫസ്റ്റ് പാർട്ടിലോട്ട് ഉള്ള ഒരു ലീഡ് കൊടുക്കുന്നുണ്ട്, അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പാട്ടും BGO ഹൈലൈറ്റഡ് പോസിറ്റീവ്സിലും ഉള്ളതാണ്. പിന്നെ വിഷ്വൽസ് ആരാ ചെയ്താൽ എനിക്ക് അറിഞ്ഞൂടാ, അത് ഒരു ഹൈലൈറ്റഡ് പോസിറ്റീവാണ്. പിന്നെ ചെയ്യാൻ വിക്രത്തിൻ്റെ പെർഫോമൻസ് അതും ഒരു ഹൈലൈറ്റഡ് പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഒരു ഹൈലൈറ്റഡ് പോസിറ്റീവും കൂടി ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ബ്രില്യൻസ്. ഈ സിനിമ ടോട്ടൽ ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് എന്തോന്നുണ്ട് സിനിമ. അപ്പോൾ ആ ഒരു ലാഗും അപ്പോൾ ഈ സിനിമ അത്രയ്ക്കും ദൈർഘ്യമുള്ളതുകൊണ്ട് നമ്മൾ ഒരു ലാഗ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്, ലാഗ് ഇല്ലായിരിക്കില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ലാഗും വരുത്താതെ ഈ സിനിമയെ കൊണ്ടുപോയ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ഇസ് ഗുഡ് എന്നാണ് എനിക്ക്. വേറൊന്നും ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സ്റ്റണ്ട് ചെയ്തിരിക്കണം, ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട്, സ്റ്റണ്ട് ചെയ്തിരിക്കണം ഫിനിക്സ് പ്രഭുവാണ്. അങ്ങേരിയോട് പറഞ്ഞ സംഭവം അങ്ങേര് മര്യാദ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ നടക്കുന്നത് ഒറ്റ ദിവസത്തെ കഥയാണ്. പിന്നെ ഫ്ലാഷ് ബാക്കൊക്കെ അത്യാവശ്യം നൈസാണ്. പിന്നെ SJ സൂര്യ ഞാൻ വിചാരിച്ച സിനിമയിൽ വില്ലനാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങേര് സഹായിക്കണ ആളാണ്. പിന്നെ സുരാജ് വഞ്ഞാറമൂടും പൃഥ്വിരാജാണ് വില്ലന്മാർ. അവർ മാച്ച് നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ റോള്. പിന്നെ സ്റ്റോറി പറഞ്ഞ് ഞാൻ കൊളാക്കണില്ല. പിന്നെ പക്ഷേ സ്റ്റോറി അത്യാവശ്യം നൈസായിരുന്നു, സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും. പ്രൊഡ്യൂസേഴ്സിന് ഒരു സല്യൂട്ട്. കാരണം മീൻസ് റിയ ഷിബു ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു സല്യൂട്ട്. കാരണം അവർക്ക് റെക്കോർഡ് വരെ വന്നിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്നുള്ള റെക്കോർഡ് ആ കൊച്ചിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓഫ് കൊടുത്തേ തീരൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ മാല പാർവതിയും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ സുരാജ് വഞ്ഞാറമൂടിൻ്റെ അപ്പൻ ക്യാരക്ടറാണ്. പിന്നെ SJ സൂര്യയുടെ കാര്യം പറയാനാണെങ്കിൽ അങ്ങനെ മാക്സിമം നല്ല ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയണം കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കണ പോലീസ് ക്യാരക്ടറാണ്, അങ്ങേർക്ക് അത്യാവശ്യം പറ്റുന്നുണ്ട്. പക്ഷേ സരിപ്പോത് ശനിവാരത്തിൻ്റെ അത്രയും ചെയ്ത പോലീസ് ക്യാരക്ടർ ഉണ്ടല്ലോ, അതേമാതിരി അല്ല, കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. ചിലവർക്കൊക്കെ ഇങ്ങേര് പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ എന്താ സരിപ്പോത് ശനിവാരമായിരിക്കും ഓർമ്മ വരിക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുമായിട്ട് കമ്പയർ ചെയ്യരുത്. പിന്നെ വെയിറ്റിംഗ് ഫോർ വീരധീര സൂരൻ പാർട്ട് 1.
എന്തരാണോ ഇനി പാർട്ട് 1 കാത്തിരിക്കാൻ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്തായാലും ഇത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. എൻ്റെ പൊന്ന് ജീവിയമ്മണ്ണ, ഐ മീൻ ഗൗതം വാസുദേവ മേനോൻ, ധ്രുവ ചിത്രം ഒന്ന് ഇറക്കി വിട്. ഈ വർഷമെങ്കിലും ഇറങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഞാൻ വരാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് ഇറക്കി വിട് അണ്ണ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ.